ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തോമസ് ഡോക്ടർ CCTV ദൃശ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നതോടുകൂടി തന്നെ സാഗർ നിരപരാധിയാണ്. സാഗറിനെ ചതിച്ചത് മേഘൻ തന്നെയാണെന്നുള്ള സത്യം മാർക്കോ തിരിച്ചറിയുന്നു. തുടർന്ന് തോമസ് ഡോക്ടർ മാർക്കോയോട് പറയുന്നുണ്ട്, ഇക്കാര്യം കണ്ണനും മഹാലക്ഷ്മി അടക്കം എല്ലാവരും അറിയണം. അവർ സാഗറിനെക്കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞതല്ലേ, എങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിലും അവൻ്റെ ഭാര്യ അവനോടൊപ്പം നിന്നു. ഇനി അവരെ വേർപിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതോടുകൂടി മേഘൻ്റെ ആ ചതി അറിയുന്നതും അവൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാനാണ് കേട്ടോ മാർക്കോ തീരുമാനിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മേഘൻ്റെ ആളായ സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് ഒളിപ്പിച്ച ഗുണ്ടയെ മാർക്കോയും ലോപ്പസും കൂടി പിടികൂടുകയും പഞ്ഞിക്കിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാളെ കൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയിക്കുന്നു. അങ്ങനെ മാർക്കോയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്ന മേഘനാണെങ്കിൽ സമനില തെറ്റി പോവുകയാണ്. താൻ അറിയാതെ ഇങ്ങനെ ഒരു പണി അണിയറയിൽ ഒരുങ്ങിയിരുന്നു എന്നുള്ള കാര്യം മേഘൻ ഒരിക്കലും അറിയുന്നില്ല. തുടർന്ന് മാർക്കോ പറയുന്നുണ്ട്, തീർന്നു മേഘ, ഇനി നിൻ്റെ കാറിൽ കഞ്ചാവ് വന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നീ നട്ടെല്ല് ഉറയ്ക്കാത്തവനാണ്, അതുപോലെ തന്നെയാണ് നിൻ്റെ സഹായിയും. അവൻ തന്നെയാണ് നിൻ്റെ കാറിൽ കഞ്ചാവ് വയ്ക്കാനായിട്ട് എന്നെ സഹായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം മേഘനെ അറിയിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. മേഘൻ വിലക്കെടുത്ത ആ ഗുണ്ട തന്നെയാണ് മേഘൻ എന്തോ വാങ്ങാനായിട്ട് കടയിലേക്ക് പോയെന്ന് തക്കം നോക്കി കാറിൽ ആ കഞ്ചാവ് 2 കിലോയും വരുന്ന കഞ്ചാവ് വെക്കുന്നത്. അപ്പോൾ കഥകൾ ഇങ്ങനെ മാറി മറിയും എന്ന് നീ കരുതിയില്ല അല്ലേ? നിനക്കിനി രക്ഷയില്ല മേഘനാഥ. ഇതിൽ നിന്നും ഊരി പോരാനായിട്ട് നിനക്ക് കഴിയില്ല. നിന്നെ സഹായിക്കാനും ആരും വരില്ല. ഈ ജയിലിൽ കിടക്കുന്ന സമയത്തെങ്കിലും നിനക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോകുന്നു. പിന്നീട് സാഗർ മേഘനെ കാണാനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച് നീ എന്നെ ചതിയിൽപ്പെടുത്തി. ഞാൻ നിനക്ക് ഞാൻ ഇതിനു വേണ്ടി തിരിച്ചടി തന്നിരിക്കും. പക്ഷേ നീ കണക്ക് കൂട്ടിയതുപോലെ മഞ്ജു എന്നെ അവിശ്വസിക്കുകയോ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്തില്ല. അവിടെയാടാ മേഘ എൻ്റെ വിജയം. നീ കരുതുന്നത് പോലെ പേടിപ്പിച്ചാലോ ഉപദ്രവിച്ചാലോ ഒന്നും ഒരു പെണ്ണിൻ്റെ മനസ്സിൽ കയറി വരാൻ പറ്റില്ല. അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടാകും. ഇനി നിൻ്റെ വീട്ടുകാർ കൂടി നിന്നെ തള്ളി പറയുമെന്നെല്ലാം സാഗർ പറയുമ്പോൾ ഈ അഴിക്ക് പുറത്ത് നിന്നുകൊണ്ടല്ലേ നിനക്ക് എന്നോട് ഇങ്ങനെ നിവർന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും ജീവിതാവസാനം വരെ ഈ ജയിലിൽ കിടക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം തെരഞ്ഞു പിടിക്കുന്നത് നിന്നെയായിരിക്കും. അന്ന് ഞാൻ മുതലും പലിശയും ചേർത്ത് കണക്ക് തീർക്കും. ആ മാർക്കോയുടെ ബലത്തിലല്ലേ നീ ഇങ്ങനെ കളിക്കുന്നത്? അവൻ്റെ തല ആദ്യം ഞാൻ എടുക്കും, പിന്നെ നിൻ്റെ, അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഞാൻ വക വരുത്തും എന്നെല്ലാം മേഘം പറയുമ്പോൾ അതിന് ചുട്ട മറുപടി തന്നെ സാഗരം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർക്കോ സാഗറിനോട് മാപ്പ് ചോദിക്കുന്നതാണ്. അതായത് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ചെറിയൊരു സംശയം എൻ്റെ ഉള്ളിൽ ബാക്കി കിടപ്പുണ്ടായിരുന്നു. അതിന് നീ എന്നോട് ക്ഷമിക്കണം സാഗറെ. ഇനി സാഗറിനെയും മഞ്ജുവിനും മേഘൻ്റെ ശല്യം ഉണ്ടാവില്ല. അവൻ എന്തായാലും കോടതി ശിക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രയും പെട്ടെന്ന് സാഗർ തോമസ് സാറിനെ ചെന്ന് കാണണം. സാഗറിൻ്റെ കയ്യിൽ കാറിൻ്റെ കീ ഏൽപ്പിക്കാനായിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് കേട്ടോ സാഗറിനോട്. എന്തായാലും മാർക്കോ കാരണം തന്നെയാണ് അവനിപ്പോൾ അഴിക്കുള്ളിലായത്. അതിന് ഞാൻ മാർക്കോയോടാണ് നന്ദി പറയേണ്ടത് എന്ന് സാഗറും തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ സാഗർ നിരപരാധിയാണ് എന്ന് എല്ലാ തെളിവുകളോടും കൂടി തന്നെ കണ്ണനും മഹാലക്ഷ്മിക്കും ബോധ്യമാവുന്നു. അപ്പോൾ സാഗറിൻ്റെ ഈ മാറ്റം സത്യസന്ധമാണ്, അവനെ വിശ്വസിക്കാം, അവൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് തന്നെ കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗയുടെ മനസ്സിലാണെങ്കിലും മഞ്ജുവിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നും തെറ്റുകൾ ചെയ്തിരിക്കുന്നത് മേഘൻ തന്നെയാണ്, അവനൊരു ചതിയനാണ്, അവൻ തന്നെയാണ് തൻ്റെ മകളെ ചതിച്ചിരിക്കുന്നത്. വിവാഹത്തിന് മുൻപ് ഒരു കാമുകിയും അതിലൊരു കുട്ടിയും ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുത്തിന് ഒരു പെണ്ണും ഇഷ്ടപ്പെടാൻ കഴിയില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മോളുടെ സന്തോഷം തന്നെയാണ് പ്രധാനം. സാഗർ എന്തായാലും അവളെ പൊന്നുപോലെ നോക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മഞ്ജുവിനോടുള്ള ഒരു ദേഷ്യമൊക്കെ പതുക്കെ ഇല്ലാതായി തുടങ്ങുന്നുണ്ട് ദുർഗയുടെ മനസ്സിൽ. സാഗറിനെയും മഞ്ജുവിനെയും ചെന്ന് കണ്ട് അവരോട് സംസാരിക്കണം, മഞ്ജുവിനെ ചേർത്ത് പിടിക്കാനൊക്കെ ദുർഗ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉണ്ണിയുടെയും കരുണയുടെ മുത്തശ്ശിയുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി കരുണ കമലേശ്വരത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ഉണ്ണി കരുണയും കൂട്ടിക്കൊണ്ട് കമലേശ്വരത്ത് എത്തുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നതും മുറ്റത്ത് വെച്ചിരിക്കുന്ന അയ്യപ്പ ക്ഷേത്രം കണ്ട് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ കരുണയ്ക്ക്. അപ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, ഇത് കാണാനാണോ നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അവളുടെ മുന്നിൽ ഇനിയും നാണം കെട്ട് നിൽക്കാൻ എനിക്ക് വയ്യ. മുമ്പ് എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, അവളുടെ മുന്നിൽ ജയിച്ച് നിൽക്കാനായിട്ട് എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കലി തുള്ളുമ്പോൾ
നീ ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ വേണം കരുണേ അവരോട് പ്രതികാരം ചെയ്യാൻ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. അങ്ങനെ അവരകത്തേക്ക് കയറുന്നതും നിൽക്ക്, അകത്തേക്ക് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹിയും വരുന്നു. തുടർന്ന് പറയുന്നുണ്ട്, പായസത്തിൽ വിഷം ചേർത്ത് ഇയാളെ കൊല്ലാൻ നോക്കി നിനക്ക് തന്നെ ദൈവം അതിനുള്ള ശിക്ഷ തന്നു. ഒന്നും അറിയാത്ത ഒരു പാവം കുഞ്ഞിനെയാണ് നീ കൊലയ്ക്ക് കൊടുത്തത്. ഇനി നിൻ്റെ ഒരഹങ്കാരവും ഇവിടെ ചെലവാവില്ല. നിൻ്റെ ചേച്ചിയോടൊപ്പം മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാമെങ്കിൽ മാത്രം നിനക്കും ഉണ്ണിക്കും ഇവിടെ കഴിയാം. മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിരിക്കുന്ന ഈ സമയത്ത് നിൻ്റെ ചേച്ചിക്ക് അയ്യപ്പ പൂജയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നീ തന്നെ ചെയ്തു കൊടുക്കണം. ഇത്രയും കാലം നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടല്ലോ എന്ന് കരുതിയാണ് നിന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഞാനോ ഇയാളോ ചെയ്യാതിരുന്നത്. ഇനി ഇയാൾ ചെയ്തില്ലെങ്കിൽ പോലും എൻ്റെ ഭാഗത്ത് നിന്നും ഒരു കാരുണ്യവും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് ഇയാളെ വേദനിപ്പിക്കാതെ കുറ്റപ്പെടുത്താതെ ജീവിക്കാമെങ്കിൽ മാത്രം നിങ്ങൾക്ക് 2 പേർക്കും ഇവിടെ കഴിയാം. ഇല്ലെങ്കിൽ ഈ നിമിഷം 2 പേർക്കും പുറത്തു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീര ഒരു തിരിച്ചടി തന്നെയാണ് കേട്ടോ കണ്ണൻ കരുണയ്ക്ക് നൽകുന്നത്. അപ്പോൾ കണ്ണൻ്റെ ആ തീരുമാനം കേട്ട് ഞെട്ടി നിൽക്കുന്ന ഉണ്ണിയെയും കരുണയെയാണ് കാണിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്